ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ ഇസ്രായേൽ മക്കൾ അവരുടെ വാതിലുകളെ പണിയുന്നതിനെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നാം കണ്ടു, അവിടെ അവർ വളരെ അപമാനത്തിലും കഷ്ടതയിലുമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. കാരണം യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ചും ചുട്ടും കിടക്കുന്നു. വാതിലും ഇടിഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടൻ ഏത് സമയത്ത് വേണമെങ്കിലും അകത്ത് കയറി നശിപ്പിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കതകുകളും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമുക്കറിയാം. നെഹമ്യാവും സഹോദരന്മാരും കൂടി ഇസ്രായേൽ മക്കളും കൂടി ആ വാതിലുകളെ എല്ലാം അവർ പണിതുറപ്പിക്കുന്നതായിട്ട് നമുക്ക് കണ്ടു. 2 വാതിലുകളെക്കുറിച്ച് നമുക്ക് കണ്ടു. ഇനി നമുക്ക് 3-ാമത്തെ വാതിലിനെക്കുറിച്ച് ചിന്തിക്കാം. നെഹമ്യാവ് 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. നെഹമ്യാവ് 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. പഴയ വാതിൽ പാസഹയുടെ മകനായ യോയാദയും ബെസാദാവിൻ്റെ മകനായ മെസുലാമും അറ്റകുത്തി നേർന്നു. അവർ അതിൻ്റെ പടികൾ വെച്ചും കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, പ്രധാനപ്പെട്ടവരാണ് ഇത് പണിയുന്നത്. പഴയ വാതിൽ അവർ പണിത് തീർന്നതിന് ശേഷം അവർ അത് ഭദ്രമാക്കുവാൻ വേണ്ടി കതകും ഓടാമ്പലും അന്താഴവും ഒക്കെ ഇണക്കി. പഴയ വാതിൽ പൊളിഞ്ഞു കിടന്നാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അവർ അതിനെ ഭദ്രമാക്കിയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കൊരു വാക്യം വായിക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. ഇവിടെ കാണുന്നത് പഴയ പാതകളെ നോക്കി അതിൽ നടക്കുക എന്നുള്ളത്. ഈ പഴയ പാതയിൽ നമ്മൾ മനസ്സിലാക്കി തരുന്നത് എന്തെന്ന് വെച്ചാൽ, പഴയ വഴികളെ അല്ലെങ്കിൽ പഴയ പാതകളെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രായേൽ മക്കളോടുള്ള ജീവിതത്തിൽ ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. 10 അത്ഭുതങ്ങൾ ചെയ്താണ് അവരെ വിടുവിച്ചത്. ആ ഓരോ അത്ഭുതങ്ങളും ദൈവം ചെയ്യുമ്പോൾ ഇസ്രായേൽ മക്കളുടെ താമസിക്കുന്ന സ്ഥാനത്ത് അവിടെ ന്യായവിധി നടത്താതെ മിസ്രൈമിന് മാത്രം ന്യായവിധി നടത്തി മിസ്രൈമിൽ മാത്രം ബാധകൾ അയച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അവരെ ചെങ്കടലിൽ കൂടി കടത്തി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എന്നാൽ ചെങ്കടലിൽ നിന്ന് അവർ വേർവിട്ട വഴി ഉടനെ തന്നെ അവർക്ക് വെള്ളമില്ലാത്ത അവസ്ഥയിൽ വന്നപ്പോൾ അവർ പിറുപിറുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ പഴയ വഴിയെ മറന്നുപോയി. അവരെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ ആ അത്ഭുത കരങ്ങളെ, സ്നേഹത്തിൻ്റെ കരങ്ങളെ അവർ മറന്നുപോയി. മാത്രമല്ല, അവർക്ക് കാണുവാൻ വേണ്ടി പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലുമാണ് അവരെ നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ടും അവർ ദൈവത്തിൻ്റെ ശക്തിയെയും ദൈവത്തിൻ്റെ കരുതലിനെയും കഴുകന്മാരുടെ കുഞ്ഞുങ്ങളെ കഴുകന്മാർ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നത് പോലെ ദൈവം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മക്കളെ സൂക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും അവർ അനേക സന്ദർഭങ്ങളിൽ പിറുപിറുക്കുകയും സംശയിക്കുകയും ദൈവത്തെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് ഇന്ന് പറയാണ്, പഴയ വാതിൽ അല്ലെങ്കിൽ പഴയ കാര്യങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാല അനുഭവങ്ങളെ നാം ഒന്ന് അയവിറക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പഴയ വാതിൽ പൊളിഞ്ഞു കിടക്കുകയാണെങ്കിൽ നാം ഇന്ന് നിരാശയിലാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മുടെ പഴയ വാതിലാണെങ്കിൽ പൊളിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ ഇന്ന് നാം ദൈവത്തിലുള്ള ശക്തിയിൽ വിശ്വസിക്കാതെ
നിരാശരായിട്ട് ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് നമ്മുടേത്. അതുകൊണ്ട് നാം ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ നടത്തിയതായിട്ടുള്ള, ദൈവം നമ്മളെ കരുതിയതായിട്ടുള്ള, ദൈവം നമുക്ക് വേണ്ടി ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെ, ദൈവം നമ്മെ രക്ഷിച്ചതായിട്ടുള്ള അവൻ്റെ രക്ഷയെക്കുറിച്ച് നമ്മൾ മറന്നു പോകാതിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾക്ക് അതിനായിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. അതെ, ആദ്യ സ്നേഹമില്ലാത്തവരായിട്ടായിരിക്കും പഴയ വാതിൽ പൊളിഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സ്നേഹം, ദൈവത്തോടുള്ള ആദ്യ സ്നേഹമില്ലാത്തവരായിട്ട് ഒരു വക മന്ദത അനുഭവിച്ച ജീവിതമായിരിക്കും നമ്മുടേത്. അതുകൊണ്ട് കർത്താവ് നമ്മളോടിന്ന് പറയുകയാണ്, നിൻ്റെ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത്, ദൈവം നമ്മെ രക്ഷിച്ച വിധങ്ങൾ, ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, ദൈവം നമുക്ക് തന്ന അനേക സന്ദർഭങ്ങൾ, നമ്മുടെ മാറോട് ചേർത്തതായിട്ടുള്ള നിമിഷങ്ങൾ, അതെല്ലാം ഓർക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് അതൊന്ന് ഓർക്കുക. അതിനുശേഷം നമ്മൾ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നമുക്ക് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുക തന്നെയല്ല, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തന്ന ആ അനുഗ്രഹങ്ങൾ അത് എത്രമാത്രമാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ, നമ്മുടെ ക്രിസ്തീയ ജീവിതം സന്തോഷകരമായിട്ട് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട് നാം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, നമുക്കൊരു വേദഭാഗം വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓകുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുവാനുമായ യേശുവിനെ നോക്കുക. ഇവിടെ നമുക്ക് കാണുന്ന സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ 11-12 എബ്രായ ലേഖനം 11-12 ഒക്കെ പുസ്തകത്തിലുള്ള അനേക പഴയകാല വിശുദ്ധന്മാരെക്കുറിച്ച് പറയുന്നത്? അത് നമുക്ക് സാക്ഷികളായിട്ട് നമ്മൾക്ക് ചൂണ്ടുപലകയായിട്ട് നിൽക്കുകയാണ്. ദൈവം ഇവരെ നടത്തിയതായിട്ടുള്ള വിധങ്ങളെക്കുറിച്ച് നമുക്ക് കാണിച്ചു തരികയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ പഴയ കാര്യങ്ങളെ നമ്മളെ ഓർപ്പിക്കുവാൻ വേണ്ടി, പഴയ വിശുദ്ധന്മാരെ ദൈവം എങ്ങനെ കരുതിയെന്ന് നമ്മളെ മനസ്സിലാക്കുവാൻ വേണ്ടി, നമുക്ക് ധൈര്യവും ആശ്വാസവും തരുന്നതിന് വേണ്ടിയാണ് ഈ പഴയ വിശുദ്ധന്മാരുടെ അതുകൊണ്ട് പറയുകയാണ് 11-ാം അധ്യായത്തിൽ പഴയതായിട്ടുള്ള അനേക വിശുദ്ധന്മാരുടെ സാക്ഷ്യങ്ങളെക്കുറിച്ച്, അവരുടെ വിശ്വാസത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവർ കർത്താവിന് വേണ്ടി ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, സാക്ഷികളുടെ വലിയ സമൂഹമുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടിട്ട് ഓട്ടം ഓടുവാനായിട്ട് പറയുകയാണ്. അതിലെല്ലാറ്റിലും ഉപരിയായിട്ട് 4-മതായിട്ട് നമുക്ക് കാണാം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുവാനുമാണ് യേശുവിനെ നോക്കുക. ആ യേശുവിനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാണ്. കാരണം നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു, നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നമുക്ക് മറുപടിയായി കൊടുത്തു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാവമാക്കി, നമുക്ക് വേണ്ടി സകലതും ചെയ്ത് നമ്മുടെ കർത്താവാണ്. ആ കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നാം സഹായിക്കട്ടെ. പ്രിയ സഹോദരിമാരെ, നമ്മുടെ പഴയ വാതിൽ അത് പൊളിഞ്ഞു കിടക്കുകയാണോ? നാം നിരാശയിലാണോ? ആദ്യ സ്നേഹമില്ലാത്തവരാണോ? തണുത്ത അനുഭവത്തിലാണോ? ക്രിസ്തീയ ജീവിതത്തിൽ നാം മുന്നേറുന്നില്ലേ? നമ്മുടെ ഓട്ടം സ്ഥിരതയില്ലാത്തതാണോ? നമ്മുടെ ലക്ഷ്യം തെറ്റിയോ? എങ്കിൽ പഴയ വാതിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ആ ഒരവസ്ഥയിലാണെങ്കിൽ നമ്മുടെ പഴയ വാതിലുകളെ നമ്മൾ അത് പണിതിട്ട് നമ്മുടെ ജീവിതം, നമ്മുടെ ഓട്ടം കർത്താവിൽ നോക്കിക്കൊണ്ട്, സാക്ഷികൾ നമുക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള നമുക്ക് ചെയ്തതായിട്ട് നന്മകളെ ഓർത്തുകൊണ്ട് അതിനു വേണ്ടി നന്ദിയുള്ളവരായിട്ട് നമുക്ക് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.